അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് ഒരു വിരുന്നുകാരനെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ലോകത്ത് ഏറ്റവും സ്വീകരിക്കപ്പെടാനായി ഒരാളെ മാത്രമേ അയച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തേക്ക് മുഴുവനും ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകൻ അല്ലെങ്കിൽ റസൂൽ ഒരാൾ മാത്രമേ ഉള്ളൂ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രപഞ്ചത്തിന് മുഴുവനും തങ്ങളെ റസൂലാക്കിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവനായും നിയോഗിച്ച ഒരാൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു എന്ന് പറയാൻ വേണ്ടി വന്നവരാണ്. ലോകത്തേക്ക് പ്രധാനമായ ആഗമനം ഒരാളുടെ ആഗമനം മാത്രമേ ഉള്ളൂ. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ലോകത്തിന്റെ അതിഥി വരുന്നു എന്ന് പറയാൻ വേണ്ടി വന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരോടും പറഞ്ഞു, നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാവണം. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ ഇത്തിബാഇ. മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ അനുകരിക്കുകയല്ലാതെ വേറെ നിയമം ഇല്ല. എന്റെ അനുയായിയായി നിലകൊള്ളുക എന്നതാണ് മൂസാ അലൈഹിസ്സലാമിന്റെ നിയമം. നാളെ മഹാനായ ഈസാ അലൈഹിസ്സലാം രണ്ടാമത് ഭൂമിയിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിനെ പ്രബോധിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെളിച്ചത്തിൽ നിന്നൊരു ശകലം എടുത്തുകൊണ്ടാണ് വന്നത്. എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈജ്ഞാനിക പ്രപഞ്ചത്തിൽ നിന്ന് ഒരൽപ്പം വാങ്ങിക്കൊണ്ടാണ് അവരവരുടെ കാലങ്ങളിൽ അവരവരുടെ ദേശങ്ങളിൽ പ്രബോധനം നടത്തിയത്. എല്ലാ പ്രവാചകന്മാരും അവരുടെ കാലങ്ങളിൽ അവരുടെ ജനതയെ ക്ഷണിച്ചത് ഖബസാത്തും മിൻ അൻവാരി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് അല്പം ചില കണികകളെ എടുത്തുകൊണ്ടാണ് ഓരോ കാലത്തെയും നബിമാർ അവരവരുടെ ജനതയെ നേർവഴിക്ക് നയിച്ചത്. അവരോടെല്ലാം അല്ലാഹു തആല ഒരു കരാർ എടുത്തിരുന്നു. വഇദ് അഖദ്നാ മീസാഖൻ നബിയ്യീൻ. എല്ലാ നബിമാരോടും അല്ലാഹു തആല ഒരു കരാർ എടുത്തു. നിങ്ങളുടെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ച് അനുയായിയാകണം എന്ന് പറയാതെ ഒരു നബിയെയും അല്ലാഹു തആല നിയോഗിച്ചില്ല.
അപ്പോൾ കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ മുഴുവനും ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അറിയിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്തിന് പടച്ചു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തേക്ക് നമ്മളെ അല്ലാഹു നിയോഗിച്ചത്. നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അനുഭവിക്കുക. വേറെ ഒരു ദൗത്യവും നമുക്കില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എല്ലാവർക്കും അറിയുന്ന ഖുർആൻ ശകലമാണ്. അതിന്റെ ആശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിയെ സ്വീകരിക്കുക. അതാണ് ഈ ഖുർആൻ ശകലത്തിന്റെ മറ്റൊരു വായന. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണപ്പോൾ നമ്മളെ നൊന്തുപറ്റ ഉമ്മാന്റെ പ്രസവ വേദന അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാതിലേക്ക് വന്ന് തറച്ച ഒരു നാമമുണ്ട്. നമുക്ക് ജന്മം നൽകിയ ഉപ്പാനെ കാണുന്നതിന് മുമ്പ്, ഉപ്പാനെ അറിയുന്നതിന് മുമ്പ്, ഉപ്പാന്റെ പേരറിയുന്നതിന് മുമ്പ് നമ്മുടെ കാതിലേക്ക് വന്ന ഒരു നാമമുണ്ട്. എന്തിനേറെ നമുക്കോരോരുത്തർക്കും ഒരു പേര് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് തറച്ച ഒരു പേരുണ്ട്. സ്രഷ്ടാവായ അല്ലാഹുവിന്റെ പേരു കഴിഞ്ഞാൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പേരാണ്. എനിക്കൊരു പേര് കിട്ടുന്നതിന് മുമ്പ്, നൊന്തുപെറ്റ ഉമ്മാന്റെ നൊമ്പരം മാറുന്നതിന് മുമ്പ്, അതേ ജന്മം നൽകിയ ഉപ്പാനെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഒരു പേരുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ പേരാണ്. ഇനി നമ്മൾ അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞ് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ആദ്യ ഭവനത്തിലേക്ക് ചെന്നാൽ നമ്മളോട് ചോദിക്കുന്ന ഒരു പരിചയം ഉണ്ട്. അതാരുടെ പരിചയമാണ്? ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, ഒരാളെ ഖബറിൽ കൊണ്ടുവച്ചാൽ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണെന്ന് അറിയാമോ എന്ന്. അമ്മൽ മുഅ്മിനു അവിൽ മൂഖിനു, അപ്പോൾ വിശ്വാസിയായ ആള് പറയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയും. അതേ സമയത്ത് അമ്മൽ മുനാഫിഖു അവിൽ മുർതാബു, കപട വിശ്വാസിയാണെങ്കിൽ, സംശയാലു ആണെങ്കിൽ അയാൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. ഒരാളെ ഖബറിൽ കൊണ്ടുവച്ചാൽ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഇമാം നസായിയും ഇബ്നു മാജയും അബൂ ദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, ഒരാളെ ഖബറിൽ കൊണ്ടുവച്ചാൽ അയാളോട് ചോദിക്കും മൻ റബ്ബുക വമാ ദീനുക. ഈ 2 ചോദ്യങ്ങളും ഇമാം ബുഖാരി തങ്ങളുടെ നിവേദനത്തിൽ കാണുന്നില്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളിൽ വരുന്നത് പ്രധാനപ്പെട്ട ചോദ്യമേതാണ്? അത് 3ാമത്തെ ചോദ്യമാണ്. കാര്യം തീരുമാനിക്കുന്ന ചോദ്യമാണ്. അത് ഹബീബ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ ഖബറിലെ ജീവിതത്തെ എങ്ങനെയാണെന്ന് നിർണയിക്കുന്ന ചോദ്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ വരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സാന്നിധ്യമേതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അനുഭവിക്കാൻ എന്നായിരിക്കും അവസാനത്തെ മറുപടി. കാരണം നമ്മുടെ ശരീഅത്ത് എവിടെ നിന്നാണ്? നമ്മുടെ വിശ്വാസം എവിടെ നിന്നാണ്? അല്ലാഹു അടിമകളായ നമ്മളോട് സംവദിച്ചത് ആരിലൂടെയാണ്? അല്ലാഹുവിലേക്ക് നമ്മൾ ചെന്നു ചേരുന്നത് ആരിലൂടെയാണ്? ലോകത്തെ മുഴുവൻ ജനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഘോഷിക്കുക. അവസാനം പരലോകത്ത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാസമ്മേളനത്തിൽ ഒരാൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരാൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സൽ അല്ലയോ ഹബീബായ തങ്ങളെ അവിടുന്ന് ചോദിച്ചോളുക. തങ്ങൾ ചോദിക്കുന്നത് തരും. തങ്ങളുടെ ശുപാർശ അംഗീകരിക്കും. എല്ലാ മനുഷ്യരോടും ഒരാൾ മാത്രം സംസാരിക്കുന്ന ഏറ്റവും പ്രൗഢമായ ആദരവിന്റെ മജ്ലിസാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരലോകത്തെ വാഴ്ത്തുന്ന മഖാമും മഹ്മൂദിലേക്ക് ആനയിക്കുന്ന അനുഗ്രഹീതമായ സമ്മേളനമാണ് പരലോകത്ത് വരാനുള്ള സമ്മേളനം. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിയണം, ലോകത്തെ ഏറ്റവും വലിയ പ്രമേയം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രമേയമാണ്. ഈ ലോകത്തെ എല്ലാ വേദങ്ങളും ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും പഠന പാരായണങ്ങൾ നടത്തുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാനാണ്, അറിയാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മാത്രമല്ല, ഉറക്കിനിടയിൽ ഒന്ന് ഉണർന്നാൽ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരാൾ സ്വപ്നം കണ്ടുണർന്നാൽ അയാൾ എന്തു ചൊല്ലണമെന്ന് പഠിപ്പിച്ചു തന്നതാരാണ്? ഒരാൾ ഭയപ്പെടുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാൽ അയാൾ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മാത്രമല്ല, ഉറക്കിന്റെ ഇടയിലും ഒന്ന് മെല്ലെ ഉണർന്നാലും ഓർക്കേണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേറ്റണം. അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തത്? അതിലേക്ക് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ചൊല്ലിക്കൊണ്ട് വിളിക്കാറില്ല. അല്ലാഹു തആല ഖുർആനിൽ നിലനിർത്തിയ ഒരു പ്രത്യേകമായ ആദരവാണ്. അല്ലാഹുവിന്റെ അടിമയാണ്, ദാസനാണ്, ദൂതനാണ്.
പക്ഷേ ലോകത്തെ മുഴുവനും അല്ലാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ വേണ്ടിയായപ്പോൾ, കാരണം അവ്വലുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യത്തെ പടപ്പ്. അഫ്ളലുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ സൃഷ്ടി. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി ഒരു നബിയും ശേഷം വരാനില്ല, നിയോഗിക്കപ്പെടാനില്ല. ആ ഹബീബായ തങ്ങളെ യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ എന്ന് ആദരവോടെ അല്ലാതെ ഖുർആൻ സംബോധന ചെയ്യുന്നില്ല. മറ്റു നബിമാരെ പേരിട്ട് നേരിട്ട് വിളിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിട്ട് നേരിട്ട് വിളിക്കുന്നില്ല. അത് പ്രത്യേകമായ ഒരു ആദരവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ളവരായ സ്വഹാബികൾ ആരാണ്? അവര് സത്യനിഷേധികളോട് ശക്തമായ നിലപാടുള്ളവരാണ്. അശിദ്ദാഉ അലൽ കുഫാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് തൗഹീദിന്റെ പ്രബോധനത്തിനാണ്. ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ നാഥൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഈ പ്രപഞ്ചത്തോട് നീതി പുലർത്താത്തവരാണ്. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവരോട് നീതി പുലർത്താത്തവരാണ്. ഒരു വീട്ടിലെ ഏറ്റവും അന്യായക്കാരനാരാണ്? ആ വീട്ടുകാരനെ വകവെച്ചു കൊടുക്കാത്തയാളാണ്. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളി ആരാണ്? ആ രാജ്യത്തിന്റെ നിയമ ഭരണഘടനയും ഭരണ സംവിധാനത്തെയും അവൻ ലംഘിക്കുന്നവനാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അല്ലാഹുൽ വാഹിദുൽ അഹദ്, സ്രഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. അത് ലഭിക്കാത്ത ആളുകൾ, അത് സ്വീകരിക്കാത്തവർ സത്യനിഷേധികളാണ്. അവരോട് സത്യത്തിന്റെ ആളുകൾക്ക് ശക്തമായ നിലപാട് വേണം. രാജ്യദ്രോഹികളോട് രാജ്യസ്നേഹികൾക്ക് ശക്തമായ നിലപാട് വേണം. രാഷ്ട്രവിരോധികളോട് രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർക്ക് ശക്തമായ നിലപാട് വേണം. അത് ലോകത്തെ ഏത് സംവിധാനത്തിന്റെയും ഭാഗമാണ്. അതാണ് ഇവിടെ പറയുന്നത്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, ഏറ്റവും വലിയ സത്യത്തെ നിരാകരിക്കുന്നവരോട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവർ. എന്നാൽ അവരുടെ ഉള്ളിൽ അവരാരാണ്? റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ കാരുണ്യമുള്ളവരാണ്. കരുണയുടെ അരുണപ്രവാഹമാണ്. ഓരോ സ്വഹാബിയും പരസ്പരം അവർ കാരുണ്യത്തിന്റെ വിധാനങ്ങളെ വിരിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ സാന്ത്വനം കേന്ദ്രം ഇൻഷാ അല്ലാഹ് ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ നാളെ 5000-ഓളം വരുന്ന സാന്ത്വനം വളണ്ടിയർമാരുടെ സംഗമം സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ സാരഥ്യത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. പാടന്തറ മർക്കസിൽ വെച്ചുകൊണ്ട് അവരോട് മുഴുവനും പറയുന്നത്, നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവർത്തകരാവണം. പരസ്പരം ഈ ലോകത്ത് കരുണ ചൊരിയുന്നവരാകണം. അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു തന്ന കരുണയുടെ അധ്യായങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങണം. അപ്പോൾ സ്വഹാബികളുടെ വിശേഷം എന്താണ്? റുഹമാഉ ബൈനഹും,
അവർ പരസ്പരം കാരുണ്യം സ്വീകരിക്കുന്നവരാണ്. ആ മഹാന്മാരായ സ്വഹാബികളോ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമുണ്ട്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? അല്ലാഹുവിൽ നിന്നുള്ള പ്രീതിയും അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവുമാണ് അവരുടെ ലക്ഷ്യം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അല്ലാഹുവിൽ നിന്നുള്ള പ്രീതിയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. ഇന്ന് ചില ആളുകൾ പറയും ഞങ്ങൾ ലിബറലിസ്റ്റുകളാണ്, ഞങ്ങൾ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയാണെന്ന്. ഞങ്ങൾ ആരുടെ അടിമയാവാനില്ല. ഇസ്ലാമിന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമ, പടച്ചവന്റെ അടിമ, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരമ സ്വതന്ത്രരാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന ആളുകൾ ആരാണ്? അവരേറ്റവും നിസ്സാരന്മാരായ അടിമകളാണ്. നമ്മൾ ആരുടെ അടിമയാണ്? വാഹിദുൽ ഖാദിറുൽ മുഖ്തദിർ അല്ലാഹു ജല്ല ജലാലു ഈ പ്രപഞ്ചത്തിന്റെ ഉടമയുടെ ദാസന്മാരാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ശറഫാണ്, നമ്മുടെ ഏറ്റവും വലിയ മഹത്വമാണ്. അല്ലാഹു തആല യാ ഇബാദി എന്ന് വിളിക്കുമ്പോൾ അതിൽ ജ്ഞാനമുണ്ടല്ലോ എന്ന ആശ്വാസമാണ്. എനിക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം ഖാലി ഇയാദ് തങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയ ആശ്വാസം അതെന്താണ്? യാ ഇബാദി എന്ന് അല്ലാഹു തആല വിളിക്കുമ്പോൾ അതിൽ ജ്ഞാനമൊന്ന് ഉൾപ്പെട്ട് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അംഗീകരിക്കാൻ കഴിയുക, ഇതാണ് ഏറ്റവും വലിയ ശറഫ്, ഏറ്റവും വലിയ മഹത്വം. എന്നാൽ ഇവിടെ ലിബറലിസ്റ്റുകളോ അവർ ഏറ്റവും നിസ്സാരമായ അവരുടെ അടിമകളാണ്. ഓരോ മനുഷ്യരും അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. ലിബറലിസ്റ്റുകൾ ആരാണ്? ഏറ്റവും നിസ്സാരനായ മനുഷ്യന്റെ ഏറ്റവും ഹീനമായ സ്വഭാവങ്ങളുടെ അടിമ. ഇഷ്ടമുള്ളത് തിന്നുക, ഇഷ്ടമുള്ളത് ഭോഗിക്കുക, ഇഷ്ടമുള്ളയിടത്ത് പോവുക, ഇഷ്ടമുള്ളിടത്ത് പറയുക, തന്നിഷ്ടം പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹവാ, അവൻ ദേഹേച്ഛയുടെ അടിമയാണ്. നമ്മൾ ആരാണ്? ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടിമയാണ്. അത് ഏറ്റവും വലിയ അഭിമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ട് വിളിക്കുന്ന സമയത്ത് അല്ലാഹു തആല പ്രയോഗിച്ച പദം അസ്റാ ബിഅബ്ദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവുമായുള്ള ബന്ധത്തിന്റെ ഊഷ്മളമായ പോയിന്റിനെയാണ് അവതരിപ്പിക്കുന്നത്. അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അപ്പൊ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്. അതേ സമയത്ത് ലിബറലിസ്റ്റുകൾ, സ്വതന്ത്രവാദികൾ അവരവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. നിസ്സാരമായ അവരുടെ ശാരീരിക ഇച്ഛകളുടെ അടിമയാണ്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അതിനെ വളരെ മനോഹരമായി ആഖ്യാനിക്കുന്നുണ്ട്. അന്നഫ്സു കത്ത്ഫലി ഇൻ തുഹമിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ. ശരീരത്തെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ നിസ്സാരമായ അതുപോലെ തന്നെ നീചമായ വികാരങ്ങളിലേക്ക് അത് വ്യവഹരിക്കും. പിന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതേ സമയത്ത് അബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സദ്മി ബലിയതി. ഒരാൾ ദേഹേച്ഛയുടെ അടിമയാണോ പരമാധികാരിയുടെ അടിമയാണോ എന്നറിയാൻ എപ്പോഴാണ് സാധിക്കുക? അവന്റെ വികാരങ്ങളോട് അതിജീവിക്കാൻ അവന് സാധിക്കുന്നോ എന്ന് നോക്കുമ്പോൾ. ഒരു മനുഷ്യന് ഓവർകം ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളത് അവന്റെ വികാരങ്ങളെ തോൽപ്പിക്കുക എന്നതാണ്. അങ്ങനെ വികാരങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നവനാരാണ്?
പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജയിക്കാൻ കഴിയുന്നവൻ ആരാണ്? അബ്ദുർ റബ്ബി, അല്ലാഹുവിന്റെ അടിമയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഹാബികളുടെ മുഴുവനും ലക്ഷ്യം എന്താണ്? അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കണം, അല്ലാഹുവിൽ നിന്നുള്ള റിദ്വാൻ ലഭിക്കണം എന്നതാണ് അവരുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, യാ ജാബിർ മാലി അറാക മുൻകസിറാ, അല്ലയോ ജാബിറേ, എന്തോ ഒരു ടെൻഷനിലാണല്ലോ കഴിയുന്നത്, എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരേ, ഉസ്തുഷ്ഹിദ അബീ, എന്റെ വാപ്പയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഷഹീദായി, വതറക അലൈ ദൈനൻ വഇയാലാ, ഭാരമേറിയ കുടുംബ പ്രാരാബ്ധവും കടബാധ്യതകളും ബാക്കിയുണ്ട്, അതെല്ലാം എൻ്റെ മേലൊരു ഭാരമായി നിൽക്കുന്നുണ്ട്. ഉപ്പയുടെ വിയോഗത്തിന്റെ വേദനയുണ്ട്, അവിടുന്ന് അവശേഷിപ്പിച്ച പ്രാരാബ്ധങ്ങളുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉബശ്ശിറുക ബിമാ ലഖിയല്ലാഹ്, അല്ലയോ മോനെ, ഞാനൊരു സുവിശേഷം പറയട്ടെ. നിങ്ങളുടെ ഉപ്പയ്ക്ക് അല്ലാഹു തആല നൽകിയ ഒരു സ്ഥാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതെന്താണ്? ലം യുകല്ലിം അഹദൻ മിൻ ഖൽഖി ഖത്തു ഇല്ലാ മിൻ വറാഇ ഹിജാബ്. അല്ലാഹു തആല അവന്റെ പടപ്പുകളോട് സംവദിക്കുന്നത് ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ്. പക്ഷേ ഇന്നല്ലാഹ അഹ്യാ അബാക ഫകല്ലമഹു കിഫാഹ, അല്ലാഹു തആല നിങ്ങളുടെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിരിക്കുകയാണ്, ഒരു മറയില്ലാതെ സംവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പയ്ക്ക് അല്ലാഹു തആല ഫളലും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹു തആല നിങ്ങളുടെ ഉപ്പയ്ക്ക് അവന്റെ പ്രീതി നൽകിയിട്ടുണ്ട്, അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഉപ്പയോട് അല്ലാഹു ചോദിച്ചു, എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഇനിയും എന്നെ ലോകത്തേക്ക് തിരിച്ചയക്കണം, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഇനിയും എനിക്ക് ഷഹീദാവണം എന്ന് ഉപ്പ പറഞ്ഞപ്പോൾ അത് അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയുടെ ഭാഗമല്ലെന്ന് പറയുകയും നേരിട്ട് ഉപ്പയോട് സംവദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന് തൃപ്തിയാവുകയാണ്. കാരണം ഫളലും മിനല്ലാഹി വറിദ്വാൻ, ഉപ്പയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള പ്രീതി കരസ്ഥമാക്കിയാൽ ബാക്കി എല്ലാം കിട്ടിയതുപോലെ, എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതുപോലെയാണ്. സ്വഹാബത്തിന്റെ മുഴുവനും ലക്ഷ്യമതാണ്, ഫളലും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിൽ നിന്നുള്ള പ്രീതിയാണ്, അവനിൽ നിന്നുള്ള പൊരുത്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങനെയാവണം. സ്വഹാബത്തിനെ വിശേഷിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون. അല്ലാഹുവിന്റെ പ്രീതിയിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ആദ്യം മുന്നിട്ട് വന്ന മുൻഗാമികളായ ആളുകൾ മിനൽ മുഹാജിരീന വൽ അൻസാർ,
എല്ലാം അല്ലാഹുവിന് വേണ്ടി വിട്ടൊഴിഞ്ഞവരായ, പരിത്യജിച്ചവരായ മുഹാജിറുകളായ ആളുകൾ, വൽ അൻസാർ, എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരായ അൻസാറുകൾ. ഒരു ഭാഗത്ത് കൈയൊഴിഞ്ഞു പോന്നിട്ടുള്ള ഹിജ്റ ചെയ്തുകൊണ്ടുള്ള പലായനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും നമ്മളിൽ ജീവിക്കുകയാണ്. ഇപ്പോഴും നമ്മളിൽ ജീവിക്കുക. എന്നോ കഴിഞ്ഞ ഒരു നബിയല്ല നമ്മൾ പറയുന്നത്. നമ്മളിൽ ഇപ്പോഴും ഉള്ള സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട്, അനുകരണം കൊണ്ട്, ആദർശം കൊണ്ട് എല്ലാം ഇപ്പോഴും നമ്മളിൽ ഉണ്ട്. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം, കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വഴിയിൽ ഒന്ന് യാത്ര ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ തുടങ്ങിയത് എന്നാണ്? സഫർ അവസാന ദിവസമാണ്. ഈ കഴിഞ്ഞ സഫർ അവസാന ദിവസം ഞങ്ങൾ മക്കയിൽ എത്തി. 1446 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു സഫർ 29-നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. 1446 കൊല്ലത്തിന് ശേഷം വിദ്യാർത്ഥികളായ ഞങ്ങൾ മക്കയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം തുടങ്ങിയ സ്ഥലം എവിടെ എന്ന് ആലോചിക്കുകയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന്. ആ വീട് എവിടെയായിരുന്നു? ആ വീട് എവിടെയായിരുന്നു? ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഉംറ കഴിഞ്ഞ് അല്ലെങ്കിൽ സഅയ് കഴിഞ്ഞ് മറവയിൽ എത്തിയാൽ ആ മറവയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയും ഉണ്ടായിരുന്ന വീട്. ആ വീട് അണ്ടർഗ്രൗണ്ടിൽ സംരക്ഷിക്കുന്നുണ്ടാവണം. അങ്ങനെയാണ് ഡോക്ടർ അബ്ദു യമാനി വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത്. ഞങ്ങൾ അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി എങ്ങോട്ടാണ് പോയത്? 1446 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു സഫർ 29-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴി അന്വേഷിച്ച് കിതാബുകൾ വായിക്കുമ്പോൾ മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ 1-ാം നമ്പറാണ്. പക്ഷേ ഫത്വ പറയാൻ പറ്റുന്ന 7 സ്വഹാബികളുടെ ലിസ്റ്റിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്ഥാനം ഒന്നും കുറയണില്ല. സ്വഹാബികളിലെ മുഫ്തിമാരാരായിരുന്നു? 7 മഹാന്മാരായ സ്വഹാബികളെ ചരിത്രം പരിചയപ്പെടുത്തുന്നു. അതിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹാ. ഇവർ 7 പേരാണ് ഫത്വ പറയുന്നവരായി സ്വഹാബികളിൽ നിന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹാന്മാർ. ഇപ്പൊ ഈ 7 പേരിൽ ഞാനില്ല എന്നതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനമൊന്നും പോയിട്ടില്ല. മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഫത്വ കൊടുക്കുന്ന മഹദിയാണ് എന്നതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം കുറയില്ല. അപ്പൊ ഓരോ വളായിഫുകളും ഓരോരുത്തർ നിർവഹിക്കും. ഒരു വളീഫ കിട്ടിയില്ല എന്നതുകൊണ്ട് മറ്റേയാളുടെ സ്ഥാനത്തിന് കുറവില്ല.
ഒരാൾ മുഫ്തിയായി മറ്റേയാൾ മുഫ്തിയായില്ല. അല്ലാത്ത മഹത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നതുകൊണ്ട് മുഫ്തിയായില്ല എന്നതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കേണ്ടതില്ല. ഓരോ വളീഫകളും ഓരോരുത്തർ കൈകാര്യം ചെയ്തു. ഈ കൂട്ടത്തിൽ മഹാന്മാരായ ഖുലഫായിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇല്ല. എന്നാൽ സ്വഹാബികളിൽ നിന്ന് പണ്ഡിതന്മാരെ എണ്ണി അതിൽ 20 മഹാന്മാരെ തുടർന്നെണ്ണിയവർ അവർ രണ്ടുപേരുമുണ്ട്. ഫത്വയിൽ അറിയപ്പെട്ട 7 പേരിൽ ഇവർ രണ്ടുപേരുമില്ല. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനങ്ങളുള്ളവർ, എല്ലാ സ്വഹാബികളും വിഐപികളാണ്. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ. അതേ സമയത്ത് അവരിൽ വിവിഐപികൾ ഉണ്ട്. അവരാണ് മഹാന്മാരായ ഖുലഫാ, മുബശ്ശറുൻ ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവർ. അവരെല്ലാം സ്വഹാബികളെ കുറിച്ച് പഠിച്ചാൽ വലിയൊരു പഠനമാണ്. മഹാന്മാരായ സ്വഹാബികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദീസുകൾ ഇന്ന് ലഭിക്കുന്ന വിധത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന റാവികൾ 1500 പേരാണ്. 1.25 ലക്ഷം സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബോധന ചെയ്തു. അതിൽ നിന്ന് 1500 പേരെയാണ് ഇന്ന് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിവേദകന്മാരായി കാണുന്നത്. അതിൽ 937 റാവികളിൽ നിന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുസ്നദിൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 40,000 ഹദീസുകൾ ഉള്ള ഗ്രന്ഥമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് എന്നറിയപ്പെടുന്ന മുസ്നദ് അഹ്മദ്. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു നൽകട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എങ്ങോട്ടാണ് പോയത്? ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. ഇന്ന് മക്കയിൽ ആ വീട് എവിടെയാണ്? അബറാജ് മക്ക എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഇന്ന് ആ വീടുണ്ടോ? പക്ഷേ ആ ബിൽഡിങ്ങിന്റെ 4ാമത്തെ ഫ്ലോറിൽ മസ്ജിദ് അബീബക്കർ സിദ്ദീഖ്, ഒരു മുസല്ല അവിടെയുണ്ട്, ഒരു പള്ളിയുണ്ട്. ഒരു പക്ഷേ ആ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചതായിരിക്കാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങോട്ട് പോയി? കഅബാലയത്തിന്റെ 75 മീറ്റർ അടുത്തുള്ള ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അതെവിടെയാണ്? ഇന്ന് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗമാണ്. ഹസ്വിറ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു തൂണിൽ ഒരടയാളമുണ്ട്. ചരിത്രപരമായി അങ്ങനെയാണ് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആധുനിക ഗവേഷകന്മാരും അങ്ങനെയാണ് പറഞ്ഞത്. കഅബയിൽ നിന്ന് 75 മീറ്റർ അകലെയുള്ള ഹസ്വിറയിൽ വന്നുകൊണ്ട് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയോട് യാത്ര പറയുന്നത്. ഈ മക്കയിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾ ഞാൻ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങോട്ട് പോയി? 1446 കൊല്ലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 1446-ാമത്തെ വർഷം, 1.5 സഹസ്രാബ്ദത്തോളം കാലത്തിന് ശേഷം ഇന്ന് നമ്മൾ അവിടെ നിന്ന് ആലോചിക്കുക. ഞങ്ങൾ സഫർ, ഈ കഴിഞ്ഞ സഫർ 29-ന് നോക്കി എങ്ങോട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്? ശാരിഅ ഇബ്രാഹിമുൽ ഖലീൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നുപോയ വഴി, ദർബുൽ അംബിയാ, അംബിയാക്കന്മാരുടെ സഞ്ചാരപാത. അതുവഴി പോയാൽ മക്കയിലെ അൽ അമാനത്തുൽ ആസിമത്തുൽ മുഖദ്ദസയുടെ ഓഫീസ് ഉണ്ട്. മക്കയിലെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ്. അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ഖബർ എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം അവിടെ അല്ല, ശാരിഅ ശുഹദയിലാണ്. പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും.
അങ്ങനെ അവിടേക്ക് പോയി. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ടാണ് പോയത്. 5.5 കിലോമീറ്റർ ദൂരെയുള്ള ജബൽ സൗറിന്റെ താഴ്വരയിലേക്ക് ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണുള്ളത്. ആ വഴികളെയും ആ ഓർമ്മകളെയും ഹൃദയത്തിലേറ്റി ഇന്നും നമുക്ക് പോകാം. 1446 കൊല്ലം മുമ്പ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിയാണ്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങോട്ടാണ് പോയത്? 730 മീറ്റർ ഉയരെയുള്ള സൗർ ഗുഹയുടെ ഉള്ളിലേക്കാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോയത്. ഒരു കപ്പൽ കമഴ്ത്തിയിട്ടതുപോലെ ആ ഗാറിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും സഫറിന്റെ അവസാന രാത്രിയിൽ എത്തുകയാണ്. ഈ കഴിഞ്ഞ സഫർ അവസാന രാത്രിയിൽ ഞങ്ങൾ ആ ഗുഹയിലേക്ക് കടന്നു. അപ്പോഴാണ് ഹറമിൽ നിന്ന് റബീഉൽ അവ്വൽ 1 ലൈറ്റ് ക്ലോക്ക് ടവറിൽ നിന്ന് മാനത്തേക്ക് ഉയർന്നപ്പോൾ 1446 കൊല്ലം മുമ്പ് ലോക ഗുരുവായ സിദ്ദീഖും അവിടുത്തെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഇരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഒരു നേതാവ് വേറെ ആരാണ്? 1.5 സഹസ്രാബ്ദത്തിന് ശേഷവും അതേ പാതയിൽ ചെന്നിരുന്ന് ഓർക്കാൻ പറ്റുന്ന ഓർമ്മയുടെ അധ്യായങ്ങളെ ലോകത്തിനു നൽകിയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം അവിടെ ഉണ്ടായി. ഞങ്ങൾക്ക് 3 ദിവസം അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കാരണം വാഷ്റൂമും മറ്റു കാര്യങ്ങളും ഒരുപാട് സന്ദർശകരുള്ള സമയവും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അശക്തരാണ്. ഞങ്ങൾ ഒരു രാത്രിയിൽ അവിടെ കഴിച്ചുകൂട്ടി. പിന്നീട് താഴ്വരയിലേക്ക് ഇറങ്ങി. ആ താഴ്വരയിൽ 2 ദിവസം താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 3 ദിവസത്തെ അവിടുത്തെ താമസത്തിന് ശേഷം പോയത് വാദി ഉസ്ഫാനിലേക്ക്. ഞങ്ങളും ആ വാദി ഉസ്ഫാനിലൂടെ സഞ്ചരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊരു ഗൈഡ് വേണം. ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് ഡോക്ടർ അബ്ദുള്ള അൽ ഖാലി. അദ്ദേഹം 40 പ്രാവശ്യം ആ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഒരു നേതാവിനെ ഇത്രയും കൃത്യമായി രേഖപ്പെടുത്തി അനുകരിക്കുന്നത് വേറെ ആരെയാണ് കാണാനുള്ളത്? അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിക് ജേണി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര വഴിയിലൂടെ 40 പ്രാവശ്യം അദ്ദേഹം ജിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അതോടൊപ്പം ആധികാരികമായി പൗരാണിക ഗ്രന്ഥങ്ങൾ ഓതിയ ആളാണ്. അദ്ദേഹത്തിന്റെ ജലാലൈനിയുടെയും മഹല്ലിയുടെയും ദർസിൽ ഞങ്ങൾക്കൊരിക്കൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഈസ്റ്റേൺ പ്രോവിൻസിലെ സൈനിക മേധാവിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ പോവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു പണ്ഡിതൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 100 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ഈ വഴിയിലൂടെ പോയിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ. വേറെ ഒരാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം എണ്ണം പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴി നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഭാഗമുണ്ട്. അത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീതുപ്പുന്ന സൂര്യന് കീഴെ ശത്രുക്കൾ ആരെങ്കിലും ഈ വഴിയിലുണ്ടോ എന്ന് ഭയപ്പെടുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മലയും മണൽപ്പരപ്പുമല്ലാതെ ഒന്നും കാണാനില്ലാത്ത തീർത്തും വിജനമായ ഒരു സ്ഥലം. ഇന്നും അവിടെ ജനവാസമില്ല. ഇന്നും അവിടെ നിർമ്മാണമില്ല. ഈ നട്ടുച്ചയ്ക്ക് എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് വെയിലിൽ നിന്ന് ചൂടിൽ നിന്നൊന്ന് മാറി നിൽക്കുക, ഒരല്പസമയം ഒന്ന് വിശ്രമിക്കുക.
എന്ന് നോക്കിയപ്പോൾ അതാ ഇങ്ങനെ നീണ്ട ഒരു പാറ, അസ്സഖറത്തു ത്വവീല, ഒരു നീണ്ട പാറ കാണുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഇമാം ഇബ്നു ഹിശാം തങ്ങളുടെ റിവായത്ത് വായിച്ചു. അവിടെ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പാറയ്ക്ക് പെയിന്റ് അടിച്ചിട്ടില്ല, സിമന്റ് ചെയ്തിട്ടില്ല. അവിടെയുള്ള മണൽപ്പരപ്പ് പഞ്ചാര മണലുണ്ട്. അത് കാറ്റടിച്ചപ്പോൾ ഇളകിയെങ്കിലേ ആയിട്ടുള്ളൂ, വേറെ ഒന്നും മാറിയിട്ടില്ല, ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പാറ, തങ്ങൾക്ക് തണൽ കൊടുത്ത അസ്സഖറത്തു ത്വവീല, കാലപ്പഴക്കം കൊണ്ട് അതിന്റെ അഗ്രഭാഗം കുറച്ച് പൊട്ടിപ്പോയി എന്നേ ഉള്ളൂ. ഇപ്പോഴും അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് സംസാരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര വഴി. പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് എവിടേക്കാണ്? റഫീഖൈനി ഖാലാ ഖൈമതൈ ഉമ്മി മഅബദി, ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമയുണ്ടായിരുന്ന സ്ഥലം. അവിടെ ചില ചെടിക്കുറ്റികൾ ഉണ്ട്, വേറെ ഒരു നിർമ്മാണവും അവിടെ വന്നിട്ടില്ല. മഹദിയായ ഉമ്മ മഅബദുൽ ഖുസാഇയ്യ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത് ലോക ഗുരുവാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് സ്വീകരിച്ച സ്വീകരണത്തിന്റെ സ്ഥലം എന്നും മരുഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് മദീനയിലേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങളും ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-നാണ് മദീനയിലേക്ക് വരുന്നത്. അപ്പോൾ നോക്കി എവിടെയായിരുന്നു ലോക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നപ്പോൾ ആദ്യമെത്തിയ സ്ഥലം എവിടെയാണ്? ഇന്ന് മസ്ജിദുസ് സുബ്ഹ നിൽക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടേക്ക് എത്തി. അവിടുന്ന് സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സനിയത്തുൽ വദാഇലേക്ക് പോയി. അവിടുന്ന് നടന്ന് മളില്ലയിലേക്ക് വന്നു, അഥവാ പരിശുദ്ധമായ ഖുബാ പള്ളിയുടെ തൊട്ടുചാരത്ത്. പിന്നീട് ഖുബാ പള്ളിയുള്ള സ്ഥലത്തേക്ക് വന്നു. 1446 കൊല്ലം മുമ്പ് ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ ഇന്നും ഒരു പഠിതാവിന് സഞ്ചരിക്കാം. ഇന്നും ഒരു അന്വേഷകന് യാത്ര ചെയ്യാം. അത് 13 ദിവസത്തെ യാത്രയാണ്. ഏതാണ്ട് 500 കിലോമീറ്ററിലേറെയുള്ള സഞ്ചാരമാണ്. മുഖ്യ വഴിയിൽ നിന്ന്, അന്നത്തെ തീർത്ഥാടകരുടെ വഴിയിൽ നിന്ന് പലപ്പോഴും തെറ്റുന്നുണ്ട്. ഞങ്ങളെ അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അബവാഇന്റെ അടുത്ത് കുത്തനെ ഉള്ള ഒരു മലഞ്ചെരുവിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് വഴി പരിഭ്രമിച്ചു പോയി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? കൂടെയുള്ളവര് മുഴുവനും പരിഭ്രമിച്ചു പോയി. അപ്പൊ കയ്യിലുള്ള കിതാബുകളെല്ലാം എടുത്ത് ഇവിടുന്ന് എങ്ങോട്ടാ പോകേണ്ടത്? അപ്പോഴാണ് അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1446 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ അവിടുന്ന് അല്പം പരിഭ്രമിച്ചു നിന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇനി എവിടേക്കാണ് പോകേണ്ടത്? ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് അങ്ങനെ ഓരോ താഴ്വരകളും ഓരോ മലഞ്ചെരിവുകളും ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡുകൾ അവർ ഞങ്ങളെ മരുഭൂമിയിൽ വരച്ചു കാണിച്ചു തരുന്നു. ഈ ചെങ്ങാനി അങ്ങാടിയിൽ ജീവിക്കുന്നയാൾക്ക് ഇവിടുത്തെ ഓരോ കടയും ഇടവഴികളും എത്ര വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുമോ അതിനേക്കാൾ കൃത്യമായി അദ്ദേഹം മരുഭൂമിയിലെ ഓരോ വഴികളും കാണിച്ചു. ഇതുവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, ഇതുവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സനിയത്തു മുറാറിലൂടെ, വാദി ഉസ്ഫാനിലൂടെ, വാദി അഖീഖിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര വഴി ലോകത്ത് വേറെ ഒരു നേതാവിനും ഇതുപോലെ ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന ഓർമ്മകളെ പറയാനില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടെ ഇരുന്നു എന്ന് അതാ സഞ്ചാര സംഘം ഒരു സ്ഥലത്ത് നിന്ന് ചെറിയൊരു സനിയത്തു മുറാർ അതിലേക്ക് കയറുമ്പോൾ ഒരു കല്ലും ഇളകിയിട്ടില്ല.
കാലപ്പഴക്കം കൊണ്ട് ഇളകിയെങ്കിലല്ല ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. അവിടെ നിന്ന് ഗവേഷക സംഘം പൊട്ടിക്കരഞ്ഞ രംഗം ഞങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുന്ന് ചവിട്ടിയാണല്ലോ അങ്ങോട്ട് പോയത് എന്ന് ഓർത്തുകൊണ്ട് ഇന്നും ഗവേഷകന്മാർ പൊട്ടിക്കരയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാര വഴികൾ ഇത്ര കൃത്യമായി ലോകത്തിന് മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഡോക്ടർ അബ്ദുള്ള അൽ ഖാലിയുടെ അടുത്ത ആൽബം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയുമോ? ദർബുൽ അംബിയാ വഹജ്ജു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് 21 ദിവസത്തെ യാത്രയാണ്. മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലേക്ക് പോയ ആ 21 ദിവസവും എവിടെയായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫിക് ജേർണി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം വലിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ പോയിന്റിൽ വന്നിരുന്നു എന്നതിന് എത്ര പ്രമാണങ്ങളുണ്ട്, അതിന്റെ ബലാബലം എത്ര ശതമാനമാണ് എന്ന ശതമാനം പോലും എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിക് ജേർണി നടത്തിയിട്ടുള്ളത്. ഒരു വലിയ ഗവേഷക സംഘത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടന്നുപോയ വഴികൾ ഞങ്ങളെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ ഒരു പോയിന്റ് ഉണ്ട്. മദീനക്കടുത്തുള്ള വാദി ഫറഇൽ. വാദി ഫറഇന്റെ പരിസരം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ ജബൽ അഖ്മ എന്ന പർവ്വതനിരയുടെ നടുവിൽ ആപേക്ഷികമായി ഉയരം കുറഞ്ഞ ഒരു പർവ്വതം. അതിന്റെ മേലെ ചെല്ലുമ്പോഴാണ് ഹിജറയുടെ 2-ാം വർഷം അബവാ സൈനിക നീക്കത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹാ സമയത്ത് കിടന്ന സ്ഥലമാണ്, ഖൈലൂലത്തിന് വേണ്ടി കിടന്ന സ്ഥലം. മാഷാ അല്ലാഹ്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചെന്നു, കുപ്പായം അഴിച്ചിട്ട് അവിടെ കിടന്നു. കൂടെയുള്ളവർ ചോദിച്ചു, എന്തേ അങ്ങനെ? എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന സ്ഥലല്ലേ? പിൽക്കാലത്ത് സാലിം ബിൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചെന്നു, ഇമാം സുബ്ഹൂദി തങ്ങൾ രേഖപ്പെടുത്തി, അവരും അതുപോലെ അവിടെ കിടന്നു. എന്നിട്ട് അവിടുത്തെ താഴ്വരയിലേക്ക് ഇറങ്ങി. ആ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ബുറൂദ്, അവിടെ പള്ളിയായിട്ടില്ല, പാറക്കെട്ടുകൾ നിരത്തി വെച്ചൊരു മിഹ്റാബും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മസാജിദു സല്ലാ ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ അതിന്റെ ചിത്രമടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ നിസാർ അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുള്ള അൽ ഖാദി പറയുന്നു, ഒരുപാട് പണ്ഡിതന്മാർ മസ്ജിദുൽ ബുറൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ളുഹർ നിസ്കരിച്ച സ്ഥലം. ഇന്നും നമുക്ക് പോയി നോക്കിയാൽ ഒരു നിർമ്മാണവും നടന്നിട്ടില്ലാത്ത ഓർമ്മകളുടെ ഇടം. ഇങ്ങനെ മക്കയിലും മദീനയിലും സഞ്ചരിച്ചാൽ മദീനയുടെ പരിസരങ്ങളിലേക്ക് പോയി അബവായിലേക്ക്, ബദറിലേക്ക്, വാദി ഫറയിലേക്ക്, ജബൽ അഖ്മയിലേക്ക് ഒക്കെ ചെന്ന് നോക്കിയാൽ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ 12 ദിവസവും അതിന്റെ തലേ ഒരു ദിവസവും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ ഇവരോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ഇടങ്ങൾ, അവിടുത്തെ നെറ്റിത്തടം ചേർത്ത് വെച്ച സ്ഥലങ്ങൾ, ആരോരുമില്ലാത്ത മരുഭൂമിയിലും സ്നേഹത്തോടെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും അന്വേഷകന്മാർ അവിടെ എത്തുകയാണ്. അവിടുന്നാണ് ബുറുദ തുടങ്ങുന്നത്. അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലബി. സലം ചെടികൾ നിങ്ങൾക്ക് വാദി ഫറഇനപ്പുറത്ത് കാണാൻ കഴിയും. ചില ആളുകൾ പറഞ്ഞു ഇത് കാൽപ്പനികമാണ്. അത് കാൽപ്പനികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് പല വഴികളിലൂടെ പോകുമ്പോൾ വെള്ളവും ചെടിയുമുള്ള ഒരു സാന്നിധ്യം, അതാണ് ഇളം താഴ്വരയിലെ സലം ചെടികൾ. ഇളം താഴ്വരയിൽ നമുക്കെന്നും പോവാം. ഇളം താഴ്വര കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോകുമ്പോഴാണ് ഹാത്തബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു അൻഹയുടെ കൊടുത്തയച്ച കത്ത് വാങ്ങിയ റൗളത്തു ഖാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ കുറെ സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മയിലേക്ക് മദീനയുടെ അതിർത്തിയിൽ ഹരിതാപമായ ഒരു സാന്നിധ്യം ബൂസീരി ഇമാം തങ്ങൾ അതെങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ ഒരുപാട് തവണ അവിടെ നിന്ന് ആലോചിക്കും. കാരണം എന്താ? നനവുള്ള ഓർമ്മകൾ, പച്ചപ്പുള്ള സ്നേഹം. അല്ലെങ്കിൽ ഉഹദ് മലയെ പറയാം, അല്ലെങ്കിൽ അബവായിനെ പറയാം, അല്ലെങ്കിൽ ഹറമിന്റെ അതിർത്തിയെ പറയാം. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, നനവും പച്ചപ്പുമുള്ള ഓർമ്മകളിലേക്ക് തെളിഞ്ഞു നിൽക്കുന്ന മദീനയിലെ മഹാസാന്നിധ്യമേ. എങ്ങനെ പറഞ്ഞാലാവും? സലം ചെടി ആദ്യം കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. ചിലപ്പോ അത് കാൽപ്പനികമായി ബൂസീരി ഇമാം തങ്ങൾ എഴുതിയതാണെന്ന് പലരും പല വ്യാഖ്യാതാക്കളും എഴുതി. എന്നാൽ അങ്ങനെയല്ല. മദീനയിലേക്കുള്ള നനവും പച്ചപ്പുമുള്ള ഓർമ്മയുടെ ഒരു അതിർത്തിയാണ് ഇളം താഴ്വരയിലെ സലം ചെടികൾ. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിനും ലോകത്തെ ഏറ്റവും മാധുര്യമുള്ള ഓർമ്മയുണ്ട്. ഇന്നും മദീനയിൽ ജീവിക്കുന്ന ഒരാളെ എനിക്കറിയാം. അദ്ദേഹം പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹം മദീനയിൽ തന്നെ വന്ന് താമസിക്കുന്ന നസീറുൽ മദീനയാണ്. അദ്ദേഹം ഉഹദ് പർവ്വതത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് കവിത ചൊല്ലും. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഈ ഉഹദ് പർവ്വതമുണ്ടല്ലോ, ആ ഉഹദ് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചൊല്ലണം. ഉഹദ്, ജബൽ ഉഹദ് എന്ന് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. പിന്നെ നോക്കുമ്പോഴാണ് മുഹമ്മദ് മുത്തവല്ലി ശറാവി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ വിഷയം പറയുന്നു. ഉഹദ് യുഹിബ്ബുനി വ ഉഹിബ്ബുഹു, ഈ ഉഹദ് പർവ്വതത്തോട് എനിക്കിഷ്ടമാണ്, ആ ഉഹദ് എന്നെയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ എങ്ങനെ തർദിയത്ത് ചെല്ലാതിരിക്കും? ഉഹദ് പർവ്വതത്തിന്റെ പേര് കേൾക്കുമ്പോൾ താബിഈങ്ങളിൽ പലരും തർദിയത്ത് ചെല്ലുമായിരുന്നു. ഇന്നും ആ ഉഹദ് പർവ്വതത്തെ നോക്കി നിൽക്കും. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദങ്ങൾ അമർന്ന ആ ഉഹദിൽ മസ്ജിദുൻ നബവിയിൽ പിൽക്കാലത്ത് പെയിന്റ് വന്നു, മാർബിൾ വന്നു, പല നിർമ്മാണങ്ങളും വന്നു. അവിടുത്തെ വഴികളിൽ ടാറ് വന്നു, കോൺക്രീറ്റ് വന്നു. പക്ഷേ ഉഹദ് പർവ്വതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് കണ്ണടച്ചിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ആ പാറക്കൊരു മാറ്റവും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഓർമ്മ ഉഹദിന് മാറിയിട്ടില്ല, അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മുസല്ലയിൽ മാറ്റങ്ങൾ വന്നു, മിഹ്റാബിൽ മാറ്റങ്ങൾ വന്നു, സ്ഥലം മാറിയിട്ടില്ല. മിമ്പറിൽ മാറ്റങ്ങൾ വന്നു, സ്ഥലം മാറിയിട്ടില്ല. പക്ഷേ ഉഹദ് പർവ്വതം അന്നും ഇന്നും നോക്കിയിട്ട് കണ്ണടച്ചിട്ടില്ല. നമ്മുടെ നേതാവിന്റെ ബഹുമാനം നമ്മൾ അറിയണം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ബുറുദ പാരായണാണല്ലോ. ഞാനിനി നീട്ടുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബഹുമാനം നമ്മൾ അറിയണം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൻ നബവിയോട് ചേർന്ന് ഹുജ്റത്തുൽ ഷരീഫയുടെ ഉള്ളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറമാടിയിട്ട് ഇന്ന് വരെ മദീന കണ്ണടച്ചിട്ടില്ല. ഇന്ന് വരെ മദീനയിൽ നിന്ന് മദീന വിജനമായിട്ടില്ല. ഇന്ന് വരെ മദീനയിൽ നിന്ന് കണ്ണടഞ്ഞു പോയിട്ടില്ല. മദീനയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞ ഒരു കാലം കോവിഡ് കാലത്തും മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ആളുണ്ടായിരുന്നു. മദീനയിൽ നിന്ന് ചരിത്രം നോക്കിയാൽ വിജനമായ ഒരു കാലം ഹറ യുദ്ധകാലമാണ്.
ആ സമയത്തും മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സന്ദേശം കിട്ടിയപ്പോൾ നിസ്കാര സമയം മനസ്സിലാക്കിയെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അങ്ങനെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ അപ്പോഴും പള്ളിയിൽ ഉണ്ട്. ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ മറമാടിയിട്ട് ഇന്ന് വരെ വിജനമാകാത്ത ഒരു സ്ഥലം? എപ്പോഴും ജീവനാണ് മദീനയ്ക്ക്. എപ്പോഴും മദീനയിൽ ആളുകൾ കണ്ണു തുറന്നിരിക്കുകയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. സുബഹിക്ക് മുമ്പ് പള്ളിയിലേക്ക് തഹജ്ജുദിന്റെ സമയത്ത് തിരക്കിട്ട് ഓടി പള്ളിയിൽ ഒരിടം കിട്ടാൻ പോകുന്നവര് ആ ബാബുസലാമിന്റെ അടുത്തെത്തുമ്പോ പച്ചക്കുപ്പ കണ്ണിൽ പെടുമ്പോൾ ബാബുൽ ബഖീഇന്റെ പരിസരത്തെത്തുമ്പോ ഓട്ടോമാറ്റിക്കായി ഒന്ന് ബ്രേക്കാവും. അവിടെ നിന്ന് സലാം പറയും. സുബഹി കഴിഞ്ഞിറങ്ങുമ്പോൾ മുവാജഹയിൽ വന്ന് സലാം പറയും. അതേ ആള് ളുഹറിന് വരുമ്പോഴും സലാം പറയും. അതേ ആള് അസ്റിന് വരുമ്പോഴും സലാം പറയും. അതേ ആള് മഗ്രിബിന് വരുമ്പോഴും സലാം പറയും. അതേ ആള് ഇശാഇന് വരുമ്പോഴും സലാം പറയും. ഇതുപോലെ അഭിവാദ്യം ചെയ്ത് മതിയാകാത്ത ഒരു സാന്നിധ്യം വേറെ ആരാണ്? ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സലാം പറഞ്ഞത് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധാരണ മുസ്ലിം 5 നേരത്തെ ഫർള് മാത്രം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം പോലും 9 പ്രാവശ്യം സലാം പറയുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്. എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ആളാണെങ്കിൽ പോലും 1, 2, 3, 4 തവണ സലാം പറയാൻ പറ്റിയേക്കും. എന്നാൽ മുടങ്ങാതെ നിത്യേന ഏറ്റവും മിനിമം 9 പ്രാവശ്യം സലാം പറയുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? അത്തഹിയ്യാത്തിൽ സലാം പറയുമ്പോൾ ഇതെന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന വിശ്വാസം വേണം. അപ്പോഴാണ് അത് അഭിവാദ്യമാകുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഐനിയയിൽ പറഞ്ഞു, അക്കാലത്ത് ജീവിച്ചിരുന്ന 4 മഹാന്മാർ അവരാരാണ്? അവര് സലാം അത്തഹിയ്യാത്തിൽ സലാം പറയുമ്പോൾ സലാം മടക്കുന്നത് കേൾക്കുന്നവരായിരുന്നു. അവർ സലാം മടക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. നമ്മുടെയൊക്കെ നിസ്കാരം എവിടെ? നമ്മുടെയൊക്കെ സലാം എവിടെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാവിൽ അനുഭവിച്ച് അഭിവാദ്യം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് മഹബ്ബത്ത് വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർത്തു തരണം അല്ലാഹ്. സ്വഹാബികളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയലാണ് ഏതു കാലത്തെയും ഏറ്റവും പുണ്യമുള്ള കാര്യം. നമ്മൾ വിചാരിക്കുകയും ഫത്ഹുൽ മുഈന്റെ ദർസിന്റെ വാർഷികം ബുറുദ വാർഷികവും മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് മാറിയത് എങ്ങനെയാണ്? ഫത്ഹുൽ മുഈൻ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ വെക്കാനുള്ള ഒരു സന്തോഷ സമ്മാനമായിട്ടാണ്. ലോകത്തുള്ള ഇമാമിയങ്ങളെ മുഴുവനും അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളുടെ മുഴുവനും രചനകൾ, ആ രചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനുള്ള സേവനമാണ്. അവിടുത്തേക്ക് സന്തോഷം കിട്ടുന്ന സമ്മാനം വെക്കുന്ന പണിയാണ്. ഫത്ഹുൽ മുഈൻ ദർസ് നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിനുള്ള സേവനം ആ നേതാവിന് അനുയായിയോട് സന്തോഷം കിട്ടും. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തമുള്ള ദർസുകളാക്കി നമ്മുടെ എല്ലാ ദർസും കബൂൽ ചെയ്യട്ടെ.
നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു കാണിക്കയായി സ്വീകരിക്കപ്പെടുന്നതായി രചനകളും ക്ലാസുകളും പഠനങ്ങളും സംഭാഷണങ്ങളും അള്ളാഹു സ്വീകരിച്ചു തരട്ടെ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജ് എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള വസീലയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനാണ്. യമനിലുള്ള ആളുകൾ സ്വപ്നം കണ്ടു ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ യമനിൽ വന്നു എന്ന്. അവരന്വേഷിച്ചു എന്താണ് ഇബ്നു ഹജർ തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. നോക്കിയപ്പോൾ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഒരു കോപ്പി യമനിൽ എത്തിയതിന്റെ സൂചനയായിരുന്നു. അവിടുത്തെ സബത്തിൽ എഴുതിയതായി കാണാം ഇക്കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്കുള്ള കാണിക്കയാണ് ഇമാമിങ്ങളുടെ മുഴുവനും ദർസ്, ഇമാമിങ്ങളുടെ മുഴുവനും ക്ലാസുകൾ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ്. ജാമിഅ മർക്കസായാലും ജാമിഅ ഇഹ്യാ ഉസ്സുന്നയായാലും നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കാനുള്ള സമ്മാനമാണ്. അല്ലാഹുവേ, ആ നിലക്ക് ഇസ്സത്തോടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കബൂൽ ചെയ്യണം അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലൈനൽ മഗ്രിബ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. ثم قلنا لو جلسنا حتى نصلي معه العشاء, ഇശാ വരെ നമുക്ക് ഇവിടെ ഇരിക്കാം, ഇശാഇന്റെ ജമാഅത്തിന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നിട്ട് പോകാം, കൂടിയിട്ട് പോകാം. قال فجلسنا فخرج علينا فقال ما زلتم ها هنا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഖുൽനാ യാ റസൂലല്ലാഹി സ്വല്ലൈനാ മഅക്കൽ മഗ്രിബ്, ഞങ്ങൾ അവിടുത്തോടൊപ്പം മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു അവിടുത്തോടൊപ്പം ഇശാ നിസ്കരിച്ചിട്ട് പോകാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സൻതും ഔ വസബതും, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്, ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് അവിടുത്തെ കണ്ണുകൾ ഉയർത്തി, അവിടുത്തെ ശിരസ്സുയർത്തി വാനലോകത്തേക്ക്. അങ്ങനെയാണ് അവിടുന്ന് ഏറെ സമയവും അവിടുന്ന് ആലോചനയിലാണ്. വാനലോകത്തേക്ക് കണ്ണുനട്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കലാണ്. ഇന്ന് നമ്മളെല്ലാവരും തല കുനിഞ്ഞ ഒരു സമൂഹമാണ്. നമ്മുടെ എല്ലാം പെടലിക്ക ഇപ്പൊ പ്രശ്നം, സ്പൈനൽ പ്രശ്നം വരുന്ന എന്താ? എല്ലാവരുടെയും പെടലിക്ക് വേദനയുള്ള കാലം, എല്ലാവരും തലകുനിഞ്ഞൊരു സമൂഹം. സ്ക്രീനിലേക്ക് എഴുത്തിക്കാഫിരിക്കാം. നമ്മുടെ എല്ലാവരുടെയും രാപ്പകലുകൾ ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് മാറി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയാത്തുകളിൽ ആലോചിക്കുകയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുകയാണ്. നമ്മൾ ഇന്ന് ആരുടെയൊക്കെയോ വിഴുപ്പുകൾ, അഴുക്കുകൾ, ഭിന്നതകൾ, ചിഹ്നതകൾ, അതിനുവേണ്ടിയുള്ള വ്യവഹാരങ്ങളാണ് നമ്മുടെ എഴുത്തും വായനയും വർത്തമാനവും സോഷ്യൽ മീഡിയ ഇടപെടലുകളും. ഇക്കാലത്ത് മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? ആവശ്യമുള്ളതിൽ മാത്രം ഇടപെട്ടാൽ മതി. ഇത് നമ്മളൊക്കെ തീരുമാനിച്ചാൽ നമുക്ക് എത്ര സമയം ഫോണ് വേണ്ടി വരും? ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഇടപെട്ടാൽ മതി. നമുക്ക് എന്ത് വേണം? ഇന്ന് ഓരോ ഗ്രാമീണനും, ഏതോ എല്ലാ സാധാരണക്കാരനും ലോകത്തുള്ള എല്ലാ വിഷയത്തിലും ഇടപെടണം. എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയണം, എല്ലാ വിഷയത്തിലും കമന്റ് പറയണം. അവന്റെ സ്വന്തം കാര്യത്തിന് മാത്രം സമയമില്ല. നിസ്കരിക്കാൻ നേരമില്ല, സുന്നത്ത് നിസ്കരിക്കാൻ നേരമില്ല, സ്വലാത്തി എല്ലാം നേരമില്ല, അവന്റെ കാര്യത്തിന് നേരമില്ല. അമേരിക്കയിൽ ആരാ ഇനി അടുത്ത പ്രസിഡന്റായിട്ട് വരിക എന്നുള്ള ചർച്ച വന്ന ഈ ചെങ്ങാനിയിലെ ഒരു പാവപ്പെട്ട ഗ്രാമീണനായ 70 വയസ്സുകാരനും അതിൽ അഭിപ്രായവും ആലോചനയും കൊണ്ട് അവന്റെ ആയുസ് കളയാണ്. അവന്റെ ആയുസ് കളയാണ്. ഇനി ഏതോ ഒരു മാമലയിൽ ഒരു അപൂർവ ജീവിയെ കണ്ടു, അത് സോഷ്യൽ മീഡിയയിൽ വന്നാൽ പിന്നെ കുറെ സമയം അതിലായി. ഇങ്ങനെ ലോകത്തുള്ള ഏത് ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും അനാവശ്യമായി സമയം കൊല്ലുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം. നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് ആവശ്യം എന്നൊരു പ്രയോറിറ്റിയും ഇല്ല.
എനിക്കെന്താണ് ഉപകാരം, ആ പ്രയോറിറ്റിയുമില്ല. കാണുന്നതിലൊക്കെ ഇടപെട്ടേ പറ്റൂ, കേൾക്കുന്നതിലൊക്കെ കമന്റ് ചെയ്തേ പറ്റൂ, ഏത് സാധനങ്ങൾ വന്നാലും കമന്റ് ചെയ്തേ പറ്റൂ. നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം വേണ്ടതിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാൽ നമ്മൾ ഇന്ന് നമ്മളെ മറന്നു പോവുകയാണ്. എന്റെ ആഖിറം, എന്റെ പരലോകം, എന്റെ സ്വർഗം, എന്റെ ഇബാദത്ത്, എന്റെ സ്വലാഹിയത്ത്, എന്റെ സിദ്ഖ്, ഇതൊന്നും നമ്മുടെ അജണ്ടയല്ല. നമ്മൾ എന്നാണോ അതിലേക്ക് വരിക അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഹലോക പരലോക നന്മയ്ക്ക് വേണ്ടിയാകണം നമ്മുടെ സമയം ചെലവഴിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. വകാന കസീറൻ മിമ്മാ യർഫഉ റഅസഹു ഇലസ്സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു സമയവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആലോചനയിലാണ്. ഉപരിലോകത്ത് ചിന്താപരമായ ലോകത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുക. ലോകത്തെ ഏറ്റവും വലിയ ആലോചനകൾക്ക് തിരികൊളുത്തിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അല്ലയോ സ്വഹാബ, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ. നക്ഷത്രങ്ങൾ വാനലോകത്തിന് സുരക്ഷയാണ്. ഈ ലോകം അവസാനിക്കുന്നതിന്റെ അടയാളമാണ്. ഇദൽ കവാകിബുൻ തസറത്. നക്ഷത്രങ്ങളെല്ലാം നിയന്ത്രണം വിട്ടു പോവുക, ഗോളങ്ങളെല്ലാം പിടിവിട്ടു പോവുക, അത് അന്ത്യനാളിന്റെ അടയാളമാണ്, അപകടത്തിന്റെ സൂചനകളാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായ രീതിയിൽ വാനലോകത്തിന് സുരക്ഷയാണ് നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളെല്ലാം പോയാൽ ആകാശത്തിന് വിപത്ത് വരാൻ പോവുകയാണ്. വഅന അമനത്തുൽ ലിഅസ്ഹാബി. ഞാൻ എൻ്റെ സ്വഹാബിമാർക്കുള്ള സുരക്ഷയാണ്, കാവലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവിശേഷമായി പറയുകയാണ്, സ്വഹാബത്തിന് മുഴുവനുമുള്ള സുരക്ഷയും കാവലുമാണ് അവിടുന്ന്. ഇപ്പോഴും അവിടുന്ന് ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു കവിത എഴുതിയിട്ടുണ്ട്. തവാത്തറത്തിൽ അദില്ലത്തു വന്നുഖൂലു എന്ന് തുടങ്ങുന്ന ഒരു കവിത കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. സ്വഹാബത്തിനോട് പറയാണ്, അല്ലയോ സ്വഹാബ, ഞാൻ നിങ്ങൾക്കുള്ള സുരക്ഷയാണ്. ഫൈദാ ദഹബ അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ പോയാൽ, ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് യാത്രയായാൽ നിങ്ങൾക്ക് വിപത്തുകൾ വരും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അത് ലോകം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന്റെ അന്നു തന്നെ മദീന മുഴുവനും മങ്ങി തേങ്ങിപ്പോയി എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മദീന മുഴുവനും സന്തോഷിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വന്ന ദിവസമാണ്. മദീന മുഴുവനും ഇരുണ്ടുപോയി, മങ്ങിപ്പോയി, തേങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പിന്നീട് സ്വഹാബത്തിന്റെ ഇടയിൽ കപടവിശ്വാസികൾ കടന്നുകൂടി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി, പല വിപത്തുകളും, പല സ്വഹാബികളും കൊല്ലപ്പെട്ടു പോയി. ചരിത്രങ്ങളിലേക്കൊന്നും പോണില്ല. എന്നിട്ട് പറയുന്നു, വാ സ്വഹാബി അമനത്തുൽ ഉമ്മത്തി. സ്വഹാബിമാർ ഈ ഉമ്മത്തിനുള്ള സുരക്ഷയാണ്. ഫൈദാ ദഹബ അസ്ഹാബി, എന്റെ സ്വഹാബിമാർ പോയാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സമുദായത്തിന് വലിയ വിപത്തുകൾ വരും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ എഴുതുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും വഴിയിലുള്ള ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അശ്റാഫുകൾ അവരുള്ളിടത്തോളം കാലം നമുക്ക് ആപേക്ഷികമായ ഒരു കാവലാണ്. നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, സാദാത്തുക്കൾ, നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള മഹാന്മാർ ഇന്നത്തെ ഉമ്മത്തിന്റെ കാവലാണ്. റഈസുൽ ഉലമാ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.
നമുക്ക് വലിയൊരു തണലാണ്, കാവലാണ്. അല്ലാഹു തആല ഒരുപാട് കാലം ആ തണൽ നീട്ടിത്തരട്ടെ. സുൽത്താനുൽ ഉലമാ നമുക്കുള്ള വലിയ തണലാണ്, കാവലാണ്. നമ്മളിൽ നിന്ന് പോയവർ പോയപ്പോൾ നമുക്ക് വലിയ തണലുകൾ നഷ്ടപ്പെട്ടു പോയി. ഉസ്താദുൽ അസാതീദ് ബഹറുൽ ഉലൂം റഹിമഹുല്ലാഹ് യാത്രയായപ്പോൾ പകരം വെക്കാൻ ആ സ്ഥാനത്ത് വേറെ ഒരാളില്ല. താജുൽ ഉലമാ റഹിമഹുല്ലാഹ് യാത്രയായപ്പോൾ പകരം വേറെ ഒരാളില്ല. അല്ലാഹുവിനെ മാത്രം ഭയന്ന് ഈ ഉമ്മത്ത് രാഷ്ട്രീയത്തിന്റെ കീഴിൽ മതം പണയം വെച്ചാൽ തന്റെ ഇടത്തോടെ മതം പറയേണ്ട പണ്ഡിതന്മാരുണ്ടാവാതെ പോയാൽ ബിദ്അത്തുകാർ മഹല്ലുകൾ കൈയടക്കും, ബിദ്അത്തുകാർ ദീനീ സ്ഥാപനങ്ങൾ കൈയടക്കും. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെയും ഭയക്കാതെ മതം പറയാൻ പറ്റുന്ന വിജ്ഞാന മേഖല വേണമെന്ന് കാലേ കൂട്ടി തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ ദിഷണാശാലിയാണ് താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ എന്ന് കാലം ഒരിക്കൽ കൂടിയല്ല ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും ദീനു പറയാൻ ഞങ്ങൾക്കാരെയും ഭയക്കേണ്ടതില്ല, ആരുടെയും പ്രീണനം ആവശ്യമില്ല, ആരുടെയും പീഡനം പ്രശ്നമല്ല എന്ന് കാണിച്ചു തന്ന മഹാനാണ് താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പ. ഇന്ന് കാലം വായിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? അത് അങ്ങനെയല്ലേ വേണ്ടത്? ഇവിടെ ദീന് പറയാൻ പണ്ഡിതന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, കരുത്തു വേണം. ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. അവരോട് ഉചിതമായ രൂപത്തിലുള്ള സഹകരണങ്ങൾ നിർമ്മാണപരമായി ആലിമീങ്ങൾക്ക് വേണം, മതസംഘടനകൾക്ക് വേണം. പക്ഷേ ദീനീ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരോ പ്രസ്ഥാനങ്ങളോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ചട്ടകമാവരുത്. ഇത്രയല്ലേ താജുൽ ഉലമ പറഞ്ഞുള്ളൂ റഹിമഹുല്ലാഹ്. ഇത്രയല്ലേ സുൽത്താനുൽ ഉലമ വിചാരിച്ചുള്ളൂ ഹഫിളഹുല്ലാഹ്. ഇതിനു വേണ്ടിയല്ലേ നൂറുൽ ഉലമയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. നവ്വറല്ലാഹു ദറായിഹു. മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങൾ അവരൊന്നേ ആലോചിച്ചുള്ളൂ. അവരൊരു അധികാരവും കൊതിച്ചില്ല, അവരൊരു സ്ഥാനവും മോഹിച്ചില്ല. അവർക്കൊരൊറ്റ നിയ്യത്തേ ഉണ്ടായിരുന്നുള്ളൂ, ആരെയും പേടിച്ചിട്ട് ദീൻ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവരുത്. ഏതു കാലത്തും ദീന് ദീനായി തന്നെ പറയാൻ കഴിയണം. അതിനൊരു രാഷ്ട്രീയക്കാരന്റെയും സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടി വരരുത്. ദീൻ പറയുമ്പോഴേക്ക് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ ഭയന്ന് പിൻവാങ്ങേണ്ടി വരരുത്. ഇത് മാത്രമല്ലേ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ വിചാരിച്ചു. അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് ഇക്കാണുന്ന സ്ഥാപന സമുച്ചയങ്ങളെല്ലാം ജാമിഅ സഅദിയയും അൽ മഖറു സുന്നിയൽ ഇസ്ലാമിയും ജാമിഅ മർകസും മഅദുനു സഖാഫയും ജാമിഅ ഇഹ്യാഉസ് സുന്നയും അങ്ങ് തെക്ക് സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന ഖാദിസിയയും മഖ്ദൂമിയയും ഇതെല്ലാം ഉണ്ടായത് അല്ലാഹുവിന്റെ ദീൻ കൃത്യമായി പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനുമാണ്. അവിടുന്ന് ദീന് പറയാൻ ഒരു ഭൗതികന്മാരുടെയും സമ്മതം വേണ്ട. അവിടുന്ന് ഹഖായ മസ്അലകൾ പറഞ്ഞു കൊടുക്കാൻ ആരെയും പേടിക്കേണ്ടതില്ല. അങ്ങനെ മതസംവിധാനങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കണം, ആരെയും പേടിച്ച് നിലനിൽക്കേണ്ടതല്ല. ഇവിടുത്തെ ഭരണങ്ങൾ ക്ഷേമകരമായി നടത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ജനനന്മയും ജനക്ഷേമവും ഉണ്ടാവണം. എല്ലാവരോടും നല്ല ബന്ധത്തിൽ വേണം, നിർമ്മാണപരമായി ഇടപെടണം. അതുകൊണ്ടാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ അടുക്കൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ കാലത്തും വരുന്നു. ഉസ്താദ് അവർ നിർമ്മാണപരമായി അവരോട് പെരുമാറുന്നു, സമീപിക്കുന്നു.
ദീന് നിലനിൽക്കണമെന്ന ലക്ഷ്യം മാത്രമല്ലേ നമ്മുടെ ഉസ്താദുമാർക്കുണ്ടായിട്ടുള്ളൂ. അല്ലാഹു തആല ഇസ്സത്തോടുകൂടി വളർത്തിത്തരട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, സാദാത്തുക്കൾ, അതേത് സംഘടനയിലായാലും സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സാദാത്തുക്കൾക്ക് അല്ലാഹു തആല ഹിമ്മത്തും ആഫിയത്തും റിഫഅത്തും നൽകുമാറാകട്ടെ. ബിദ്അത്ത് കക്ഷികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നവർ, അവിടുത്തെ ചരിത്രത്തിന്റെ ഓർമ്മകളെ ഇല്ലായ്മ ചെയ്തവർ, അവരിവിടെ ഒന്നിലും വരരുതെന്ന് മാത്രമേ നമുക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഒരുപാട് പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റാത്തതിന്റെ കാരണക്കാർ ബിദ്അത്തുകാരാണ്. അവരാണത് തകർത്തു കളഞ്ഞത്, അവരാണത് ഇല്ലായ്മ ചെയ്തത്. അറിയുമോ, ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള ഈജിപ്തിൽ, ഇറാഖിൽ, ജോർദാനിൽ, ഫലസ്തീനിൽ, സിറിയയിൽ, അവിടെയെല്ലാം ഉയർന്ന മഖാമുകളുണ്ട്. ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള നാടുകളാത്. അതേ സമയത്ത് ആധുനിക സഊദിയിൽ പല സ്ഥലത്തും പല കാലത്തും അത് തകർത്തുപോയത് ബിദ്അത്തുകാരുടെ അധിനിവേശമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തായി തന്നെ പഠിച്ച് പരിപാലിച്ച് പ്രബോധനം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ് അവരുടെ ദർസ് ഒരുപാട് കാലം ഇജ്ജത്തോടുകൂടി ഈ ഉമ്മത്തിന് വലിയ വിജ്ഞാന സംഭരണിയായി അല്ലാഹു വളർത്തി നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ SYSന്റെ സാന്ത്വനം സെന്ററിന്റെ പദ്ധതിക്ക് വേണ്ടി എല്ലാവരും ഹൃദയമറിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും വേണം. നാളെ നടക്കുന്ന സാന്ത്വന സംഗമം 16-ാം തീയതി മുതൽ ഡിസംബർ 1-ാം തീയതി വരെ നടക്കുന്ന മാനവ സഞ്ചാരം, അതുപോലെ SYSന്റെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം, അഥവാ നമ്മുടെ മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വിളിച്ചറിയിക്കുന്ന മഹാസമ്മേളനം, അതിന്റെ പ്രചാരണ ബോർഡുകളൊക്കെ ഇവിടെ കണ്ടു. ഇനിയും അതിന്റെ പ്രചാരണങ്ങളിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കൂടുതൽ ഊർജിതരായി ഉണ്ടാവണം. SSFന്റെ കലണ്ടർ സദസ്സിലുണ്ട്. എല്ലാവരും അത് വാങ്ങി നമ്മുടെ പ്രാസ്ഥാനിക ശാക്തീകരണത്തിന് മുന്നിലുണ്ടാവണമെന്ന് വിനയപൂർവ്വം അറിയിച്ച് സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.